ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ റെസിപ്പിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഓണം സ്പെഷ്യൽ ഹോം മെയ്ഡ് സാമ്പാർ പൊടി. എങ്ങനെയാണ് സാമ്പാർ പൊടി വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മല്ലി ചേർത്ത് കൊടുക്കുന്നു. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. കൈയെടുക്കാതെ ഒരു 6-7 മിനിറ്റ് ഏകദേശം നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ മല്ലി ഒന്ന് വറുത്തെടുക്കണം. നന്നായി വറുത്തെടുക്കണം. ടൈമൊക്കെ കുറവുള്ളത് കൊണ്ട് എല്ലാവരും റെഡിമെയ്ഡ് പൊടിയായിരിക്കും കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ സാമ്പാർ പൊടി ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മല്ലി ഏകദേശം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് 1 കപ്പ് മുളക്, ഏകദേശം 1 കപ്പ് മുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ സാമ്പാർ പൊടി തയ്യാറാക്കണമെന്ന് വെച്ചാൽ എല്ലാ പയറും അതുപോലെ തന്നെ മല്ലിയും കൂടുതൽ അളവിലെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മുളകും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടിനും ഫ്രൈ ചെയ്ത് വരാൻ ഒരേ സമയം ആവശ്യമുള്ളത് കൊണ്ടാണ് രണ്ടും കൂടി ചേർത്തെടുത്തത്. രണ്ടും ചുമന്ന നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. ഇതും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് 3 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി നമുക്ക് വറുത്തെടുക്കാം. ഓരോന്നിനും ഓരോ പയറിനും ഓരോ സമയമാണ് വറുത്തെടുക്കാൻ ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം വറുത്തെടുക്കുന്നത്. ഇതും നന്നായി ചുമന്ന് വരുന്നത് വരെ വറുത്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഉഴുന്നുപരിപ്പ് റെഡിയായിട്ടുണ്ട്. അതും മാറ്റി വെക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക്. ഉലുവ അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉലുവ അധികം ചേർത്താൽ സാമ്പാറിന് ഒരു കയ്പ്പ് രസമാണ് കിട്ടുക. 1 ടീസ്പൂൺ ഉലുവ മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. നിങ്ങൾക്കിങ്ങനെ സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ചാൽ നല്ല അടച്ച ടിന്നിലാക്കി വെച്ചാൽ 1-2 മാസത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് എളുപ്പമായിരിക്കും. ഇവിടെ 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. അതും കൂടി വറുത്തെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ ചൂടുള്ള ഇതിൻ്റെ മുകളിൽ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം. നിങ്ങൾ കയ്യിൽ കായത്തിൻ്റെ കഷ്ണമാണ് ഉള്ളതെങ്കിൽ അത് നെയ്യിൽ വറുത്ത് തണുത്തതിന് ശേഷം പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൊടിയായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ചൂടുള്ള മറ്റ് വറുത്തെടുത്ത് അതിൻ്റെ മുകളിൽ തന്നെ ഞാൻ പൊടി ഇട്ട് കൊടുത്തത്. ഇനി കുറച്ച് കറിവേപ്പില, ഒരു 5-6 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ജസ്റ്റ് വറുത്തെടുക്കാം. ഇതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി പൊടിച്ചെടുക്കാനുള്ളതാണ്. എല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായി നൈസായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാമ്പാർ പൊടി നല്ല ചൂട് ഉള്ള അവസ്ഥയിലാണുള്ളത്. ഇത് തണുത്തതിന് ശേഷം മാത്രമേ ടിന്നുകളിൽ അടച്ച് വെക്കാൻ പറ്റൂ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. സാമ്പാർ തയ്യാറാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.